പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു കലാകാരനെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. 17-18 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിനൊരു ചെറിയ പ്രശ്നമുള്ളത്, ചെറിയ പ്രശ്നമല്ല, ഒരു വലിയ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് കാഴ്ചയില്ല, ഇല്ലെന്ന് തന്നെ പറയണം. വളരെ പരിമിതമായ, അതായത് അവ്യക്തതയോടെയാണ് അദ്ദേഹം കാണുന്നത്. എന്നെ ഇപ്പം മനസ്സിലാവണമെങ്കിൽ എൻ്റെ ശബ്ദത്തിലൂടെയാണ് അദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചയുടെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഇങ്ങനെ പാട്ടുകളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനെ സംഗീതം പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും അവരുടെ ജീവിത സാഹചര്യത്തിൽ അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2 മാസത്തോളമായി സംഗീതം പഠിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് മോഹന രാഗം വരെ അദ്ദേഹം എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിൽ കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ തീർച്ചയായിട്ടും മുൻപോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ശ്രീജിത്ത്. ശ്രീജിത്തെ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? മോന്റെ പൂർണ്ണമായ പേരെന്ന് പറയോ? ശ്രീജിത്ത് ജെ.എസ്. ശ്രീജിത്ത് ജെ.എസ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. അച്ഛനും അമ്മയും അനിയത്തിയുണ്ട്. ഓക്കെ. അനിയത്തി എന്ത് ചെയ്യുന്നു? അവിടെ MLD ട്രെയിനിങ് ആയിരുന്നു, ഇപ്പം ജോലിയായി. എവിടെ? മെഡിക്കൽ ലാബ്, കോന്നി. ഓക്കെ, വെരി ഗുഡ്. അച്ഛനോ? അച്ഛനെ മരമുറിക്കൽ പണിയാണ്. അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്. പിന്നെ അടുത്ത വീട്ടില് ബേക്കറി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ സംഗീതമായിട്ട് മോൻ ചെറുപ്പം മുതലേ പാടുവോ? അമ്മ പാടും, അപ്പൊ അമ്മ പഠിപ്പിച്ചതാണ്. അത് ശരി. അപ്പൊ അമ്മയും പാട്ടുകാരിയാണ്? അമ്മയും പാടും. അത് ശരി. അമ്മ പാടി ഫസ്റ്റ് മേടിച്ച പാട്ടാ എന്നെ അവിടെ പഠിപ്പിച്ച് ലളിതഗാനത്തിന് ഫസ്റ്റ് മേടിപ്പിച്ച്. സ്കൂൾ തലത്തിൽ അത് പാടിയിരുന്നല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ആ ലളിതഗാനം ഒന്നും കേട്ടാലോ? കേൾക്കാം, പ്ലീസ്. ഒരു 4 വരി. ഇന്നെന്റെ മുറ്റത്ത് കാണാത്ത മൂലയ്ക്ക് ഒരു നീല ശംഖ് പുഷ്പത്തിൽ ആവണി പൂത്തുലഞ്ഞല്ലോ, നീലിമിഴിച്ചിമിഴിൽ പൂവാങ്കുരുന്നുമായി ശ്രാവണം പൂത്തുലഞ്ഞല്ലോ, ശ്രാവണം പൂത്തുലഞ്ഞല്ലോ, ശ്രാവണം പൂത്തുലഞ്ഞല്ലോ, ശ്രാവണം പൂത്തുലഞ്ഞല്ലോ. വളരെ മനോഹരമായി പാടിയത്. സത്യത്തിൽ അത് പൂർണ്ണമായി നമുക്ക് കേൾക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ കേൾക്കാം. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ വേറെ ഉണ്ടല്ലോ പറയാനെ കൊണ്ട്. അപ്പോ പിന്നെ സംഗീതം പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങി. എന്ന് പോലാണ് ക്ലാസ് തുടങ്ങിയത്? 2 മാസം ആവുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രീജിത്ത് ഇപ്പം ചെറുപ്പം മുതലേ പാടി തുടങ്ങിയിരുന്നു. പിന്നെ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് ഇപ്പോൾ 2 മാസത്തോളം ആയതേ ഉള്ളൂ. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം, അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരൻസിനും വളരെ ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തെ സംഗീതം പഠിപ്പിക്കണം എന്നുള്ളത്. എന്തായാലും സംഗീതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വളരെ വളരെ സന്തോഷമാക്കായിരുന്നു ശ്രീത്തെ. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി മറ്റൊരു പാട്ട് കൂടി നമുക്ക് പാടാം. ഏത് പാട്ടാണെന്ന് പറയാമോ? ഒരു നമ്മുടെ വിഘ്നേശ്വര സോങ്. വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ.
മണികണ്ഠേശ്വര സുതനെ നിന്നെ കണി കാണണമെന്നും അടിയനു കണി കാണണമെന്നും. മണികണ്ഠേശ്വര സുതനെ നിന്നെ കണി കാണണമെന്നും അടിയനു കണി കാണണമെന്നും. സിദ്ധി വിനായക ശരണം ശരണം വിഘ്ന വിനാശക നീയേ ശരണം. സിദ്ധി വിനായക ശരണം ശരണം വിഘ്ന വിനാശക നീയേ ശരണം. വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ. ശ്രീത്യം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. മനോഹരമായി പാടി, നന്നായിട്ടുണ്ട്. സംഗീതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും കാണുന്നുണ്ട് കേട്ടോ. സൂപ്പർ. അതുപോലെ സംഗീതം പഠിച്ച് 2 മാസമായി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഇപ്പം എതുവരെ എത്തിയിട്ടുണ്ട് ഈ 2 മാസം കൊണ്ട്? ഇപ്പം മോഹനരാഗം ഒക്കെ പഠിച്ച് ഏകദേശം കഴിയാറായി. മോഹനരാഗം തുടങ്ങിയത് കഴിയാറായി അല്ലേ? തുടങ്ങി. കുറച്ച് സാർ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഓ അത് ശരി. ഓക്കെ ഓക്കെ. രാജേഷ് സുമാരൻ എന്ന് പറഞ്ഞ സാറാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. NG സാറിന്റെ ഒക്കെ അടുത്ത ആളാ. NG സാറിന്റെ പിന്നണി ഗായകൻ NG ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ പിന്നണി ഗായകൻ. അത് ശരി. എവിടെയാണത്? മുറിപ്പാറ. ഓക്കെ. അപ്പം സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? NG സാറിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. NG സാറിനാണ് ഇഷ്ടം. NG ശ്രീകുമാർ, അദ്ദേഹത്തെയാണ് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം. ആഹാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ? പാടാം. അയ്യപ്പന്റെ പാട്ട് പാടാം. ഒരു 4 വരി പ്ലീസ്. അയ്യപ്പ നിന്നെ കാണാൻ അലി പോലും കണ്ണുകൾ വേണം, ആത്മാവിൻ സംഗീതം വേണം, വേദാന്തത്തുടി വേണം, നീഹാരത്തുകിൽ വേണം, പുണ്യാഹം നെഞ്ചിൽ നിറയണം, സ്വാമി പൂക്കാലം മഞ്ഞിൽ പുണരേണം. അയ്യപ്പ നിന്നെ കാണാൻ അലി പോലും കണ്ണുകൾ വേണം, ആത്മാവിൻ സംഗീതം വേണം, വേദാന്തത്തുടി വേണം, നീഹാരത്തുകിൽ വേണം, പുണ്യാഹം നെഞ്ചിൽ നിറയണം, സ്വാമി പൂക്കാലം മഞ്ഞിൽ പുണരേണം. ആടിമേഘങ്ങൾ കോടിപ്പാവുടുക്കുമ്പോൾ എല്ലാം കരിനീലമായിടുമ്പോൾ, മാമലത്തൊപ്പിൽ മഞ്ഞിനാഴി കൂട്ടുമ്പോൾ ഉള്ളം നെയ്ത്തേങ്ങയായിടുമ്പോൾ, കൽക്കണ്ടത്തുണ്ടായും കൽപ്പാന്തപ്പൊരുളായും, കൽക്കണ്ടത്തുണ്ടായും കൽപ്പാന്തപ്പൊരുളായും, ഭൂതനാഥനു ദേവശാരിക ഗീതമോതുമ്പോൾ, താലത്തിൽ തുളുമ്പുന്നു താലം, ശങ്കിൽ നിന്നും മന്ത്രം കേട്ടു അയ്യപ്പൻ ശരണം, നെഞ്ചിൽ നിന്നും തത്വം കേട്ടു ശാസ്താവേ ശരണം. അയ്യപ്പ നിന്നെ കാണാൻ അലി പോലും കണ്ണുകൾ വേണം, ആത്മാവിൻ സംഗീതം വേണം, വേദാന്തത്തുടി വേണം, നീഹാരത്തുകിൽ വേണം, പുണ്യാഹം നെഞ്ചിൽ നിറയണം, സ്വാമി പൂക്കാലം മഞ്ഞിൽ പതിയണം. മനോഹരമായിട്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി. അച്ഛാ, ഈ MG ശ്രീകുമാർ സാറിനെ കാണണമെന്ന് ആഗ്രഹം ഒരുപാടുണ്ടല്ലേ? ഞാൻ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു, ശ്രീജിത്തിന് MG ശ്രീകുമാറിനെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ് എന്ന്. MG ശ്രീകുമാർ സാറിനെ കാണണമെന്ന് ആഗ്രഹമാണെന്ന് ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാനൊന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് കാണാൻ സാധിക്കട്ടെ കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നുണ്ടാവും. നമുക്ക് സാറിനെ കാണാം. ഈ വീഡിയോ അവിടെ വരെ എത്തട്ടെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. സാറിന്റെ NG സാറിന്റെ ചക്കുളത്തമ്മയുടെ ഒരു പാട്ട് ഉണ്ട്, അത് പാടിക്കോട്ടെ. ഒരു പാട്ട് കൂടെ പാടിക്കോട്ടെ? പാടിക്കോ പാടിക്കോ പാടിക്കോ. നീതി തീർക്കും ശിവകാമിയേ, നീതി തീർക്കും ശിവകാമിയേ,
നല്ല വഴി കാട്ടുമഭിരാമിയേ, നീതി തീർക്കും ശിവകാമിയേ. നല്ല വഴി കാട്ടുമഭിരാമിയേ, നീതി തീർക്കും ശിവകാമിയേ. ഇരുമുടി പുണ്യവും തിരുമുഖവും കണ്ട് സ്തുതി പാടി നിൽക്കും നിന്തിരുനടയിൽ. ഇരുമുടി പുണ്യവും തിരുമുഖവും കണ്ട് സ്തുതി പാടി നിൽക്കും നിന്തിരുനടയിൽ. തിരുമുമ്പിൽ തൊഴുതിടും ഒരു ബദിരഞ്ഞാൻ, മുഴുകിടും ഒരു ഭക്തൻ ഞാൻ. തിരുമുമ്പിൽ തൊഴുതിടും ഒരു ബദിരഞ്ഞാൻ, മുഴുകിടും ഒരു ഭക്തൻ ഞാൻ. നീതി തീർക്കും ശിവകാമിയേ. ശ്രീജിത്ത് നന്നായി പാടി. ഈ പാടിയതൊക്കെയും ഭക്തിഗാനങ്ങൾ തന്നെയാണ്. ഭക്തിഗാനങ്ങൾ മാത്രമേ പാടാറുള്ളൂ? ഭക്തേന സിനിമ പാട്ടും പാടും, സിനിമ പാട്ടും പാടും. പാടും. ഓക്കെ, അതും കൂടുതൽ ഈ പറഞ്ഞ എൻജി സാറിന്റെ കൂടുതലും പാടുന്നത്. വളരെ സന്തോഷം. അപ്പം എം ജി ശ്രീകുമാറിന്റെ ഒരു ഒരു ചലച്ചിത്ര ഗാനം ഏതെങ്കിലും ഒരെണ്ണം പാടാം. അതോടെ ഒരു 4 വരി പാടുക പ്ലീസ്. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓ സൂപ്പർ, പഠിക്കും പഠിക്കും പഠിക്കും. നിന്നെ അണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എന്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ആഹാ, പൊളിച്ചടിക്കും മോനെ. സൂപ്പർ സൂപ്പർ സൂപ്പർ, മനോഹരമായി കേട്ടോ. ഈ എം ജി ശ്രീകുമാറിന്റെ പാട്ടിനോടൊപ്പം മറ്റേതെങ്കിലും ഗായകന്മാരുടെ പാട്ട് പാടാറുണ്ടോ? പാടാറുണ്ട്. ഓക്കെ, പക്ഷെ കൂടുതലും എം ജി സാറിന്റെ പാട്ടാണ് ഇഷ്ടവും അല്ലേ? ഒത്തിരി ഇഷ്ടം. ഓക്കെ മോനെ, വ്യക്തിപരമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. മോന് ജന്മനാ കാഴ്ചയുടെ കുറവുള്ളതാണോ? ഒരു വയസ്സിൽ ഒരു പനി വന്നതാ. മെനിഞ്ചൈറ്റിസ് ടിബി എന്ന് പറഞ്ഞ അസുഖം തലച്ചോറെ ബാധിച്ചതാണ്. ഏതായിരുന്നു? മെനിഞ്ചൈറ്റിസ് ടിബി. ഓക്കെ. തലച്ചോറെ ബാധിച്ച് തലച്ചോറിൽ നിന്ന് കണ്ണിലോട്ടുള്ള നരമ്പ് കേടായി കിടക്കുക. ഓ, അതിനെന്തെങ്കിലും പ്രതിവിധി? ട്രീറ്റ്മെന്റ് ഉണ്ട്, മധുര അരവിന്ദ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് മാറും, തുടർച്ചയായിട്ട് കൊണ്ടുവരണം, എല്ലാ വർഷവും കൊണ്ടുപോകണം. ഇപ്പം ആ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. അത് ശരി. അതിന് ഒരുപാട് ഭാരിച്ച ചെലവുണ്ടോ? ഉണ്ട്. ഇവിടുന്ന് ഇപ്പം മധുര വരെ പോകുന്നതിന്റെ വണ്ടിയുടെ ചാർജ്, പിന്നെ റൂമിന്റെ വാടക, സ്റ്റേ ചെയ്യുന്നത്, ആഹാരം, ഇതിന് ഒത്തിരി കാശാവും. അത് ശരി. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് അതും ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റുമോ മോനെ? ഒരു സാർ ഇരിക്കുന്നത് കാണാം. ശരി. ഒരു വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ ചെറുതായിട്ട് കാണാം അല്ലേ? രൂപം പോലെ കാണാം. ഓക്കെ. പിന്നെ അപ്പൊ കൂടുതലും ഇപ്പം നിലവിൽ കൂടുതലും ആൾക്കാരെ ഈ ശബ്ദം കൊണ്ടാണ് നമ്മളെ ഈ സൗണ്ട് കേട്ടാണ് തിരിച്ചറിയുന്നത്. പിന്നെ ആൾക്കാർ പേര് പറഞ്ഞു തരും. ഇന്ന ഇപ്പം ഒരു വണ്ടിയൊക്കെ പോകുമ്പോ ആ വണ്ടിയുടെ ഒക്കെ പേര് അച്ഛനാണ് കൂടുതലും പറഞ്ഞു തരുന്നത്. ഓ അത് ശരി. അച്ഛനാണ് എന്റെ കൂടുതൽ വഴികാട്ടി. എവിടെയും കൊണ്ടുവന്ന അച്ഛനാണ്. അപ്പം ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോകുന്നത് ഇപ്പം ഇവിടെ വരെ വരും. സ്കൂളിൽ പോകുന്ന സമയത്ത്, കോളേജിൽ പോകുമ്പോ കൂട്ടുകാർ സഹായിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുണ്ട്, ആ വണ്ടിക്കാർ സഹായിക്കും. ഓ അത് ശരി. അതായത് കണ്ടക്ടർ ആണെങ്കിൽ സഹായിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകരും ഇതിൽ നല്ല മനസ്സുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും. അവരും ചിലപ്പോൾ ഒരു പക്ഷേ സഹായിക്കാൻ ചിലപ്പോൾ മുമ്പോട്ട് വരികയും ചെയ്യും കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം പ്രത്യാശയും നമുക്കുണ്ട്.
അല്ലാതെ നമുക്ക് മറ്റ് പോംവഴികളുണ്ടോ നമുക്കതും ശ്രദ്ധിക്കാം കേട്ടോ. ആ. തീർച്ചയായിട്ടും. പിന്നെ സംഗീതം പഠിക്കുന്നു. സംഗീതം എന്തായാലും ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുപോവുക. ആ. ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രീജിത്ത് ഇദ്ദേഹത്തിന് 1 വയസ്സ് മുതൽ ഉള്ള ഒരു ചെറിയൊരു പനി വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഈ കാഴ്ചയുടെ കുറവ്. അങ്ങനെ ആ കാഴ്ച കുറവ് കാരണം അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള ജീവിതം അല്പം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇപ്പം മറ്റ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊപ്പം ഇത് ബന്ധുമിത്രാദികളിപ്പോൾ പല ആൾക്കാരും അദ്ദേഹത്തെ സഹായിക്കുന്നത് കൊണ്ട് പോകും വരും വഴി അല്ലെങ്കിൽ കൊണ്ടുപോകാനും കൊണ്ടുകൊടുക്കാനും അല്ലേ പല കാര്യങ്ങളിലും സഹായിക്കുന്നത് കൊണ്ട് അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുവെങ്കിലും ഈ കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ ആ കാഴ്ചശക്തി വീണ്ടെടുക്കാനുള്ള ട്രീറ്റ്മെന്റിലാണ് ഇടയ്ക്ക് വെച്ച് അത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് പോകണമെന്നാണ് ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും നല്ല മനസ്സുള്ളവർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും പാട്ടിലേക്ക് വന്നാലോ? വീട്ടിൽ വേറെ ആരെങ്കിലും അമ്മ ഒഴിച്ച് വേറെ ആരെങ്കിലും പാടുവോ? അമ്മയുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പാടും. കുഞ്ഞമ്മ പാടും, വല്യമ്മ പാടും. അമ്മയുടെ ആങ്ങളമാര് അമ്മാവന്മാരൊക്കെ പാടും. അപ്പൊ കുടുംബത്തിൽ എല്ലാരും പാട്ടുകാരാണ്. അമ്മയുടെ വീട്ടുകാരെല്ലാരും പാടും. അത് ശരി. പിന്നെ കുഞ്ഞു പെങ്ങള് പാടുവോ? ഇല്ല, അവള് പാട്ട് പാടത്തില്ല. അവൾക്ക് പാട്ടിനോട് ഡാൻസ് ഭയങ്കര ഇഷ്ടമാ. ഡാൻസ് ഇഷ്ടം. എന്നാലും കല എന്തെങ്കിലും ചെറിയ കലയുണ്ട് കയ്യിൽ. ഇഷ്ടമാ. ഓക്കെ. പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മോഹന സലാപ് എന്ന യൂട്യൂബ് ചാനലിൽ കൂടി ശ്രീജിത്ത് എന്ന ഈ കലാകാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ 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 സന്തോഷമുണ്ട്. പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഒരു നല്ല ഭാവി നേർന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് കിടക്കാം. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം. എന്താ ശരി, അടുത്ത ഏത് പാട്ടാ പാടാൻ പോവുക? എംജി സാറിന്റെ തന്നെ പാട്ട്. ആഹാ, ഒരു രക്ഷയില്ലല്ലോ എംജി. ശരി, അപ്പൊ ആയിക്കോട്ടെ. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മിപ്പറക്കും കുക്കു കുയിൽ കൂട്ടിൽ തുത്തുതൂ തൂയിൽ പാട്ടിൽ പറയാൻ മറന്നതെന്തടോ ഏടോ തൊട്ട മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മിപ്പറക്കും. മനോഹരം മനോഹരം. ഇതിപ്പോ എം ജി ശ്രീനിവാസ് സാറിന്റെ എല്ലാ പാട്ടുകളും പഠിച്ചു വെച്ചേക്കാണെന്ന് തോന്നുന്നു. ഇതിന് വളരെ ഗംഭീരമായി. മോനെ കാണാൻ കഴിച്ചിട്ട് വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ സഹായിക്കാനും കുറെ ആൾക്കാർ നല്ല മനസ്സുള്ളവർ മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതും വരെ എല്ലാവർക്കും സന്തോഷം. നന്ദി. താങ്ക് യു.